പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റത്തിലാണ് നമ്മൾ. ഇന്ന് സെപ്റ്റംബർ 9 2024. ഈ മതബോധന പഠനക്കളരിയിൽ 991 എപ്പിസോഡാണത്. നമ്മൾ പ്രവചനത്തിനായിട്ട് കാതോർക്കുന്നു. പ്രവചനത്തിന് ദാഹമുണ്ടെങ്കിലേ പ്രവചനം ശക്തമായി വരികയുള്ളൂ. ദാഹമുണ്ടായാൽ മാത്രം പോരാ, നിങ്ങൾ ആ പ്രവചനത്തിന് കാതോർക്കണം. എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ പതിക്കാതെ പ്രവചനത്തിനായി കാതോർക്കണം. എല്ലാവരും ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, പ്രവാചകരിലൂടെ സംസാരിച്ച പരിശുദ്ധാത്മാവേ, ഈശോയിലൂടെ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരിലും ഈശോ തന്നെ സംസാരിക്കണമേ. പ്രവചനത്തിലൂടെ ഈ കാലഘട്ടത്തിന് സഭയിലും ഞങ്ങൾ ഓരോ വ്യക്തികൾക്കും വേണ്ടതെല്ലാം അങ്ങ് നൽകണമേ കർത്താവേ. ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, പ്രവചനപരം ഞങ്ങളെല്ലാവരും തുറക്കണേ. അതേ മക്കളെ, എന്റെ വാത്സല്യഭാജനങ്ങളെ, കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ശബ്ദം തുറക്കപ്പെടട്ടെ. നിങ്ങളെല്ലാവരിലും തുറക്കപ്പെടട്ടെ. നിങ്ങളെല്ലാവരുടെ ഹൃദയവും എന്റെ ശബ്ദത്തിനായി തുറക്കപ്പെടട്ടെ. നിങ്ങളെല്ലാവരുടെ അധരങ്ങളും എന്റെ ശബ്ദം പ്രഘോഷിക്കുന്നതിനായി തുറക്കപ്പെടട്ടെ. നിങ്ങളെല്ലാവരുടെ കാതുകളും എന്റെ ശബ്ദം ശ്രവിക്കുന്നതിനായി തുറക്കപ്പെടട്ടെ. ശറബക്കീര. ഇന്ന് ലോകം മുഴുവനും ലോകത്തിന്റെ ശബ്ദത്താൽ മുഖരിതമായിരിക്കുന്നതിനാൽ എന്റെ ശബ്ദം കേൾക്കുന്നില്ല, എന്റെ ശബ്ദം പ്രഘോഷിക്കുന്നില്ല, എന്റെ ശബ്ദം മനസ്സിലാക്കുന്ന പോലുമില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ എല്ലാവരുടെയും കാതുകൾ തുറക്കുന്നു. ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്നും എന്റെ ശബ്ദത്തിലേക്ക് കാതുകൾ, എന്റെ ശബ്ദത്തിന് കാതോർക്കുന്നതിനും എന്റെ ശബ്ദം ശ്രവിക്കുന്നതിനും ഞാൻ നിങ്ങളുടെ കാതുകൾ തുറക്കുന്നു. സഭ മുഴുവനിലും തുറക്കുന്നു. അനേകരിൽ തുറക്കട്ടെ. യുവതി യുവാക്കളുടെ കാതുകൾ തുറക്കട്ടെ. ഞാൻ വിളിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വിളി മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ അവർ എന്റെ ശബ്ദം കേൾക്കട്ടെ. ഞാൻ വിളിച്ചിരിക്കുന്ന വിളിക്ക് ശബ്ദത്താൽ അവർക്ക് അഭിഷേകം ഉണ്ടാകട്ടെ. എന്റെ ശബ്ദം അവരെ അഭിഷേകം ചെയ്യട്ടെ. എന്റെ വിളി അനുസരിച്ച്, ഞാൻ വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ചുള്ള എല്ലാ സഹനങ്ങളും സ്വീകരിക്കുമ്പോൾ അവർ മറ്റാരെയും കേൾക്കാതെ എന്റെ ശബ്ദം മാത്രം കേൾക്കട്ടെ. എന്റെ ജനമേ, മറ്റ് കാതുകൾ അടയട്ടെ, മറ്റധരങ്ങൾ അടയട്ടെ. എന്റെ ശബ്ദം പ്രഘോഷിക്കാൻ അധരങ്ങൾക്ക് കെട്ടഴിയട്ടെ. എന്റെ ശബ്ദം പ്രഘോഷിക്കാൻ അധരങ്ങളുടെ കെട്ടഴിയട്ടെ. മറ്റെല്ലാ ശബ്ദങ്ങളും കേൾക്കുമ്പോൾ കെട്ടപ്പെടട്ടെ. മറ്റൊരു ശബ്ദവും പ്രഘോഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അധരത്തെ ഞാൻ കെട്ടുന്നു. ഇനി എന്റെ ശബ്ദം പ്രഘോഷിക്കുവിൻ. എന്റെ മക്കൾ, എന്റെ ജനം
എന്റെ വചനം പ്രഘോഷിക്കുവിൻ, എന്റെ ശബ്ദം പ്രഘോഷിക്കുവിൻ. എന്റെ അത്ഭുത സിദ്ധികളെ ഞാൻ തുറക്കുന്നു. എന്റെ അത്ഭുത രോഗശാന്തിയും അത്ഭുത വരദാനങ്ങളും ഞാൻ തുറക്കുന്നു. ഞാൻ വചനം പ്രഘോഷിച്ചിടത്തെല്ലാം അത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടന്നിരുന്ന പോലെ ഇനിയും കാലഘട്ടമുണ്ടാകട്ടെ, ഇനിയും കാലഘട്ടമുണ്ടാകട്ടെ. എന്റെ വചനം പ്രഘോഷിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. റഖീര മക്കാറ, റഖീര മക്കാറ. ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. നിന്നിലൂടെ വലിയ അത്ഭുതങ്ങൾ ഞാൻ നടത്തും. ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. നിന്നിലൂടെ വലിയ അത്ഭുതങ്ങൾ ഞാൻ നടത്തും. എന്റെ സർവാധിത ശക്തി നിന്നിലൂടെ ഞാനിതാ തൊടുത്തുവിടുന്നു, ഞാനിതാ തൊടുത്തുവിടുന്നു. നിനക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും നിർവീര്യമാക്കുന്നു. നിനക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികളെയും ഞാൻ നിശ്ചലമാക്കുന്നു. നിനക്കെതിരെ ചിന്തിക്കുന്ന എല്ലാ ചിന്തകളെയും ഞാൻ നിഹനിക്കുന്നു. ഇതാ പുതിയ ചക്രവാളം ഞാൻ തുറക്കുന്നു. പുതിയ സുവിശേഷ മേഖലകൾ തുറക്കുന്നു. സുവിശേഷത്തിന്റെ പുതിയ കവാടം തുറക്കുന്നു. പുതിയ ചക്രവാളം തുറക്കുന്നു. പുതിയ ശുശ്രൂഷകൾ തുറക്കുന്നു. പുതിയ അഭിഷേകങ്ങൾ തുറക്കുന്നു. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. എന്റെ പ്രബോധനങ്ങൾ പഠിക്കുന്നവരെ എന്റെ പ്രവൃത്തികളാൽ ഞാൻ അനുഗ്രഹിക്കുന്നു. എന്റെ പ്രബോധനങ്ങൾ പഠിക്കുന്നവർക്ക് എന്റെ അതേ പ്രവൃത്തികളുടെ അഭിഷേകം ഞാൻ നൽകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ജനമേ, നിങ്ങളെ ഞാൻ വലിയ വാത്സല്യത്തോടെ മാറോട് ചേർക്കുന്നു. എന്റെ പ്രബോധനം പഠിക്കുന്നവരുണ്ടല്ലോ, എന്റെ പ്രബോധനം പഠിക്കുന്നവരുണ്ടല്ലോ. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളെ ഞാൻ വാത്സല്യത്തോടെ കൊണ്ടു നടക്കും. നിങ്ങളെ ഉയർത്തും. നിങ്ങളെ ഞാൻ ഉയർത്തും. നിങ്ങളിലൂടെ രാജ്യം ഉയരും. ദൈവരാജ്യം ഉയരും. ആമേൻ, ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിനെ വാഴ്ത്തുവിൻ. നന്ദി ദൈവമേ, എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നോട് ഉത്തരമരുളേണമേ. Praise the Lord. Praise the Lord. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, കർത്താവേ, നന്ദി കർത്താവേ. കർത്താവേ, എല്ലാം സംഭവിക്കും. അങ്ങ് അരുളി ചെയ്തത് സംഭവിക്കുക തന്നെയും. അങ്ങ് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. സൂര്യനുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യനുണ്ടായി. എന്നപോലെ അങ്ങ് അരുളി ചെയ്യുന്ന ഓരോ വാക്കുകളും ഉണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും. ഒരു കാരണവും വേണ്ട, ഒരു കാരണവും വേണ്ട. അങ്ങില്ലായ്മയിൽ നിന്ന് സകലതും ഉണ്ടാക്കിയ അങ്ങയുടെ പ്രവചനങ്ങൾ സംഭവിക്കും, സംഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അവരെല്ലായിടത്തും പോയി സുവിശേഷം പ്രഘോഷിച്ചു. കർത്താവ് അവരോടൊപ്പം അടയാളങ്ങളിലൂടെ പ്രവർത്തിച്ചു. ഈ പ്രവചന സമയത്തുണ്ടായ രോഗശാന്തി ആദ്യം കാണുന്നത് കാലിൻ്റെ മുട്ടിന് നീര് വന്ന് മുട്ടിൻ്റെ ചിരട്ടയുടെ ഭാഗം ഇങ്ങനെ വീർത്തിരിക്കുന്നു.
അത് കാരണം നടക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി ഇതാ ഇപ്പോൾ എഴുന്നേൽക്കുന്നു, നിൽക്കുന്നു, നീര് മാറുന്നു, കാലിന്റെ വേദന മാറുന്നു, നടക്കാൻ പറ്റുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ അടയാളമാണിത്. അങ്ങ് ചെയ്ത വാക്കുകൾ സംഭവിക്കുന്നു. മുട്ടുകാലിന്റെ ചിരട്ട ഇങ്ങനെ വീർത്തിരിക്കുന്നു. നീര് വന്നിട്ട് അത് നീര് അവിഞ്ഞു മാറുന്നു. നടക്കാൻ പറ്റാതിരുന്ന ആൾ എഴുന്നേൽക്കുന്നു, നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് രണ്ടാമത്തെ സൗഖ്യം ശക്തമായ തലവേദനയാണ്. തല വെട്ടിപ്പൊളിഞ്ഞ് പോകുന്ന തരത്തിലുള്ള വേദന. ശക്തമായ തലവേദനയുള്ള ഒരാൾക്ക് സൗഖ്യമുണ്ടാവുന്നു. മൂന്നാമത്തേത് ചെറിയ ഒരു ഞുണൽ, ചുണ്ടിൽ ഒരു ചെറിയ ഞുണൽ, ചുണ്ടിങ്ങനെ വീർത്തിരിക്കുന്നു. വലിയ വേദനയുണ്ട്. എന്നാൽ ഇപ്പോൾ കർത്താവ് തൊടുന്നു. ഇതാ ആ ഞുണൽ മാറുന്നു, ചുണ്ടിന്റെ വീർപ്പ് മാറുന്നു, സുഖമാകുന്നു. ഈ 3 രോഗശാന്തികൾ ഈ പ്രവചനത്തിനെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അടയാളമാണ്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദ്യം ഞങ്ങൾ ഈ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. ഈ അടയാളങ്ങൾ സംഭവിച്ചവർ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1, 2, 3. 1, മുട്ടിന്റെ ചിരട്ട നീര് വന്ന് വീർത്തിരിക്കുന്നത് സൗഖ്യമാകുന്നു. 2, തല വേദന മാറുന്നു. 3, ചുണ്ടിൽ കുരുകൊണ്ട് ഞൊണൽ കൊണ്ട് ഉള്ള വേദന മാറുന്നു. 1, 2, 3. ഇതിലേതെങ്കിലും ഒരു സൗഖ്യമെങ്കിലും ഈ ഗ്രൂപ്പിലുള്ള ഇപ്പോ ലൈവിൽ പങ്കുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ സൗഖ്യം കിട്ടുന്നുണ്ടെങ്കിൽ അവര് ഒരു തംസപ്പും ആ നമ്പറും എഴുതണം. ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇന്നത്തെ പ്രവചനം വളരെ ശ്രേഷ്ഠമായ പ്രവചനമാണ്. വലിയ പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിൻ്റെ പ്രവചനമാണ്. ഇതാ എലിസബത്ത് എടപ്പള്ളി സാക്ഷ്യപ്പെടുത്തുന്നു. 2 അതായത് ശക്തമായ തലവേദന മാറിയതായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ശക്തമായ തലവേദന ഇപ്പോൾ തന്നെ മാറിയതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ അനുഭവമാണത്. കർത്താവ് തൊടുന്ന ഒരു അനുഭവമാണ്. താങ്ക് യു. അപ്പോൾ അത് നമുക്ക് വളരെ ആശ്വാസം നൽകുന്നു. കർത്താവിൻ്റെ സ്പർശനം ഇപ്പോൾ തന്നെ ഉണ്ടായി. ഈ പ്രവചനം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കേ പൂർത്തിയാകുന്നു. ഈശോ പറഞ്ഞു, ഈ പ്രവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കേ പൂർത്തിയാകും. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. താങ്ക് യു എലിസബത്ത്. ദൈവത്തിന് സ്തുതി. 1130 ഖണ്ഡികയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1130. ഇത് കൂദാശകളെ കുറിച്ചുള്ള പ്രബോധനത്തിലെ 5ാമത്തെ ഭാഗമാണ്. കൂദാശകളെ കുറിച്ചുള്ള പ്രബോധനം ആദ്യത്തേത് ക്രിസ്തുവിന്റെ കൂദാശകൾ, രണ്ടാമത്തേത് സഭയുടെ കൂദാശകൾ, മൂന്നാമത്തേത് വിശ്വാസത്തിന്റെ കൂദാശകൾ, നാലാമത്തേത് രക്ഷയുടെ കൂദാശകൾ, അഞ്ചാമത്തേത് നിത്യജീവന്റെ കൂദാശകൾ. ഉണ്ടോ? കൂദാശകളുടെ സ്രോതസ് ക്രിസ്തുവിന്റെ കൂദാശകള്, സഭയുടെ കൂദാശകള്, വിശ്വാസത്തിന്റെ കൂദാശകള്, 4 രക്ഷയുടെ കൂദാശകള്,
5 നിത്യജീവന്റെ കൂദാശകൾ. ഒന്നെല്ലാവരും ഓരോ കൈവിരലിൽ പിടിച്ച്, ഒന്ന് ക്രിസ്തു കേന്ദ്രീകൃതത്വം, ക്രിസ്തുവിന്റെ കൂദാശകൾ. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്നും പഴയ നിയമത്തിലില്ല, എന്നാൽ പഴയ നിയമത്തിൽ ഇതിന്റെ സൂചനകളുണ്ട്. അപ്പൊ ഒന്ന് ക്രിസ്തുവിന്റെ കൂദാശകൾ. എന്നുമാതിരി തന്നെ പെന്തക്കോസ്ത് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ആരംഭിച്ചത്. സഭയുടെ കൂദാശകൾ. സഭയാണ് കൂദാശകളുടെ പരികർമ്മം ചെയ്യുന്നത്. ഇനി അതുപോരാ, 3 വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ ആണ് കൂദാശകൾ. ഇനി 4 എന്താണ് അതിന്റെ ഗുണം? രക്ഷയാണ്. രക്ഷയുടെ കൂദാശകൾ. ഇനി 5 നിത്യജീവന്റെ കൂദാശകൾ. 1130 സഭ തന്റെ നാഥന്റെ രഹസ്യം അവിടുന്ന് സുജ മാത്യു 3-ാമത്തേത്. പ്രൈസ് ദ ലോർഡ്. കാനഡയിൽ നിന്നുള്ളതാണ് സുജ മാത്യു. 3-ാമത്തെ അടയാളം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതായത് ചുണ്ടിൽ ഒരു ചെറിയ ഞുണൽ വീർത്തിട്ട് ചുണ്ടിങ്ങനെ വീർത്തിരിക്കുന്ന വേദന, അത് സൗഖ്യമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് കർത്താവ് കാണിച്ചു തന്നുള്ളതാണ്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചു തരുന്നതും. അങ്ങ് ദൂരെ നിന്ന് സുജ മാത്യു അതിൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് എനിക്ക് തരണമെന്ന്. പ്രൈസ് ദ ലോർഡ്. 2 അടയാളങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ അത് നമുക്ക് ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണവും അതിന്റെ നടത്തിപ്പിനെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കണം നിങ്ങൾ. ഓക്കെ, നമുക്ക് നിത്യജീവന്റെ കൂദാശകളിലേക്ക് പോകാം. സഭ തന്റെ നാഥന്റെ രഹസ്യം. ഇതെല്ലാം ഓരോ വാക്കും പറയുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. ആദ്യത്തെ ഇത്രയും വായിച്ചപ്പോഴേക്കും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് തലയിൽ വരുന്നത്. സഭ തൻ്റെ നാഥന്റെ രഹസ്യം കേട്ടോ. വേണമെങ്കിൽ ഞാനിത് മണിക്കൂറുകളോളം എടുത്ത് ഇത്രയും മാത്രം വിവരിക്കാം. സഭ തൻ്റെ നാഥന്റെ രഹസ്യം കണ്ടോ. 1, 2, 3, 4. വാസ്തവത്തിൽ ഇതിൽ 4 കാര്യങ്ങളുണ്ട്. സഭ തൻ്റെ നാഥന്റെ രഹസ്യം. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സങ്ങ് ചെല്ലണം. അവിടുന്ന് വരുന്നത് വരെ വീണ്ടും വരവ്. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു. അവിടുന്ന് വരുമ്പോഴോ നമ്മുടെ മരണശേഷം മാത്രം കിട്ടുന്ന ഒന്നല്ല നിത്യജീവൻ. അവിടുന്ന് വരുന്നത് വരെ ദൈവം എല്ലാവർക്കും എല്ലാം ആകുന്നത് വരെ ആഘോഷിക്കുന്നു. അതായത് ഈശോയുടെ വീണ്ടും വരവിൽ ദൈവം സകലത്തെയും തൻ്റെ കാൽ കീഴിലാക്കി സകലത്തെയും ഉയർപ്പിച്ച് ദൈവരാജ്യം പൂർത്തീകരിക്കും. 53 എന്ന് പറയുന്നത് 1 കൊരിന്ത്യസ് 11:26, 15:28. 1 കൊരിന്ത്യസ് 11:26. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അല്ലോ, അതാണ് നിത്യജീവന്റെ കൂദാശ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 15:26. 1 കൊരിന്ത്യസ് 15 എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തേക്ക് പോയി. വീണ്ടും വരവിൻ്റെ സമസ്തവും അവിടത്തേക്ക് അധീനമായി ആക്കി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകുകയും ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെ. അതാണ്
സമസ്തവും അവിടത്തേക്ക് അധീനമാക്കി കഴിയുമ്പോൾ കർത്താവിൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. കണ്ടോ, സമസ്തവും അവിടത്തേക്ക് അധീനമാക്കി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെയാണ്. നമ്മളിപ്പോൾ കിടന്നിട്ട് ഭയങ്കര ഉത്കണ്ഠയാണ്. അവർ നശിച്ചു പോകുമോ, ഇവർ നശിച്ചു പോകുമോ, അവരെങ്ങനെ രക്ഷിക്കപ്പെടുമോ, അവർക്ക് രക്ഷ കിട്ടുമോ, അവരെവിടെ പോകും, ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾക്ക് സംശയമാണ്. കാരണം വിശ്വാസത്തിൻ്റെ ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് സഭ തൻ്റെ നാഥൻ്റെ രഹസ്യം, തൻ്റെ നാഥൻ ദൈവവും മനുഷ്യനും ആദിയും അന്തവും അനാദിയും അനന്തവുമാണ്. അനാദി മുതൽ അനന്തത വരെയുള്ള ആ കർത്താവ് സകലവും പൂർത്തിയാക്കി കഴിഞ്ഞ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് നമ്മളെയും കൊണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുകയാണ്. എന്താ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം? നമ്മളിലൂടെ ഇതെല്ലാം നടന്ന് കർത്താവ് നമ്മളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാലും നമ്മൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളുമായിട്ട് കെട്ടപ്പെട്ടിരിക്കുകയല്ലേ. നമ്മൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളിൽ കെട്ടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നതിൻ്റെ വല്ല അർത്ഥം തോന്നുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിലുള്ള സകലതും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള സകലതിനെയും വിട്ടുകൊടുക്കുന്നില്ലല്ലോ. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ച ഒരു കാര്യം ഇപ്പോൾ മനസ്സിലേക്ക് വരികയാണ്. ഇപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സന്യാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയുള്ളതല്ല. മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരിലും ക്രിസ്തു എങ്ങനെ ഉരുവാകുന്നു എന്നതിൻ്റെ ഒരു മോഡലാണത്. എന്താണ് സന്യാസത്തിൽ അവർ ചെയ്തത്? അവർ തൻ്റെ സകല സമ്പത്തും സകല ആഗ്രഹങ്ങളും വിട്ടു. അങ്ങനെ സ്വർഗത്തിൽ സമ്പത്തുണ്ടാകുന്നു, സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ വിട്ടുകൊടുക്കുന്നു. സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, സ്വർഗത്തിന് കാതോർക്കുന്നു. അതെവിടെ വേണമെങ്കിലും ആകാം. ഞാൻ 35 വർഷം മുമ്പ് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്നെ കർത്താവ് അത് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ. അപ്പോൾ മനുഷ്യൻ ഭൗതികതയിൽ കണ്ണുവെക്കാതെ, സമ്പത്തിൽ കണ്ണുവെക്കാതെ, ദൈവികമായ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് നമ്മളിപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയുടെ ശരീരമാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും പാനം ചെയ്യാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ കൂദാശയുടെ മുഴുവൻ മൂല്യങ്ങൾക്ക് നമുക്ക് അനുഭവമുള്ളൂ. അതാണ് തൻ്റെ നാഥൻ്റെ രഹസ്യം. അവിടുന്ന് വരുന്നത് വരെ ദൈവം എല്ലാവർക്കും എല്ലാം ആവുന്നത് വരെ, ദൈവം എല്ലാവർക്കും എല്ലാം ആകുന്നത് വരെ ആഘോഷിക്കുന്നു. അപ്പോൾ അതൊന്നുകൂടി ഞാൻ വീണ്ടും പറയുമ്പോൾ, സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനനായവന് പുത്രൻ തന്നെ അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിനാണ്. ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവേ വന്നാലും 1 കൊരിന്ത്യർ 16:22 മാറാനാത്ത. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു.
അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. തീത്തോസ് 2:13. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടി വായിക്കാം. സഭ തൻ്റെ നാഥന്റെ രഹസ്യം, സഭ തൻ്റെ നാഥന്റെ രഹസ്യം. 4 കാര്യം. ആദ്യത്തെ വാക്ക് അവിടെ നോട്ട് എഴുതുന്നവർ 4 സ്ക്വയർ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ 1, 2, 3, 4 നമ്പർ എഴുതണം. എന്നിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അവിടെ നിന്ന് വരുന്നത് വരെ ദൈവം എല്ലാവർക്കും എല്ലാം ആകുന്നത് വരെ ആഘോഷിക്കുന്നു. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ നെടുവീർപ്പോടെയുള്ള പ്രാർത്ഥനയാൽ മാറാനാഥ എന്ന ആരാധന അതിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. 54 1 കൊരിന്ത്യർ 16:22. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ നെടുവീർപ്പോടെ ഉള്ള പ്രാർത്ഥനയാൽ മാറാനാഥ എന്ന ആരാധന അതിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. അങ്ങനെ ആരാധന യേശുവിന്റെ ആഗ്രഹത്തിൽ പങ്കുചേരുന്ന ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ നിങ്ങളോടുകൂടി പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അങ്ങനെ ആരാധന യേശുവിന്റെ ആഗ്രഹത്തിൽ പങ്കുചേരുന്നു. ആരാധന യേശുവിന്റെ ആഗ്രഹത്തിൽ പങ്കുചേരുന്നു. എന്താണ് യേശുവിന്റെ ആഗ്രഹം? ഇവിടെയാണ് ഇനി 2817 പോകുന്നത്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയിലെ ആദ്യത്തെ 3 യാചനകൾ: അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്. അപ്പൊ ഈ 3-ൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് എപ്പോഴും നമ്മൾ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാറാനാഥ തന്നെയാണത്. അങ്ങനെ ആരാധന യേശുവിന്റെ ആഗ്രഹത്തിൽ പങ്കുചേരുന്നു. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അതിന്റെ വചനമെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ലൂക്ക 22:15. ക്രിസ്തുവിന്റെ കൂദാശകളിൽ സഭ തന്റെ പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു. കണ്ടോ, ക്രിസ്തുവിന്റെ കൂദാശകളിൽ നമ്മൾ ആദ്യത്തേത് ക്രിസ്തുവിന്റെ കൂദാശകളിൽ തന്റെ പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു. എന്തായിരുന്നു ക്രിസ്തുവിന്റെ കൂദാശകൾ? എല്ലാ കൂദാശകളും, പുതിയ നിയമത്തിലെ കൂദാശകളെല്ലാം ക്രിസ്തുവിന്റെ കൂദാശകളാണ്. പുതിയ നിയമത്തിലെ കൂദാശകളെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടവനാണ് എന്ന് നാം ഏറ്റു പറയുന്നു. 1914 ക്രിസ്തുവിന്റെ കൂദാശകളിൽ സഭ തന്റെ പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു. പ്രൈസ് ദ ലോർഡ്! എന്തൊരു മനോഹരമാണത്! തന്റെ പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കട്ടെ. 1130. In the sacraments of Christ, the church already receives the guarantee of her inheritance and even now shares in everlasting life. അപ്പോൾ പൈതൃകാവകാശം എന്നത് ഇൻഹെറിറ്റൻസ്, നമ്മുടെ ജന്മാവകാശം, പിതൃസ്വത്ത്, പാട്രിമണി, പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു. ക്രിസ്തുവിന്റെ കൂദാശകളിൽ സഭ തന്റെ പൈതൃകാവകാശത്തിന്റെ ഉറപ്പ് നേടുന്നു.
ഇപ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായി നമ്മുടെ ഉന്നതനായ ദൈവവും, ആരാണ് ഈ കർത്താവ് ഈശോമിശിഹ, രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷപ്പെടലിനായി കാത്തിരുന്നുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്. അതാണ് വിശുദ്ധ കുർബാനയിൽ ഉടനീളം ഈ കാത്തിരിപ്പും ആ കിഴക്കിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി. കിഴക്കിന്റെ വെളിച്ചത്തിന്റെ അവസാനം ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ഓർമ്മയിലേക്ക് വരികയാണ്. കിഴക്കൻ സഭാംഗങ്ങളെ കാണുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്ന ആ ആളെ കണ്ട് ആ കർത്താവിനെ കാണുന്ന ആരാധനയോടെ ഞാൻ അദ്ദേഹത്തെ വണങ്ങുന്നു എന്നാണ് പറയണത്. കിഴക്കൻ സഭകളിലെ ഒരു വിശ്വാസിയെ കാണുമ്പോൾ ഞാൻ കർത്താവ് വീണ്ടും വന്ന് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച ആ രൂപാന്തരീകരിച്ച കർത്താവ് തന്നെ ഇതാ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു എന്ന് ഞാൻ കണ്ട് ആരാധിക്കുന്നു. ഇതൊക്കെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാ ഈ വിശ്വാസിയിൽ അവൻ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അവൻ എന്ത് വിശ്വാസത്തോടെയാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായി നമ്മുടെ ഉന്നതനായ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷപ്പെടലിനായി കാത്തിരുന്നുകൊണ്ട് മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ ലോകാവസാന മുന്നിലാകാശമാരിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ പ്രാർത്ഥന ഇതാണ്: പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഖമാരുത്തു വലം ഭാഗം ഞങ്ങൾ കരുളട്ടെ. ഉണ്ടോ? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ അനുഗ്രഹീതമായ പ്രത്യാശയ്ക്കായി നമ്മുടെ ഉന്നതനായ ദൈവവും, ആരാണ് ഈ ദൈവം? ആരാണ് ഈ കർത്താവ് ഈശോ മിശിഹ? എഫെസോസ് 2:6 ഉയർത്തെഴുന്നേറ്റ് നമ്മളെയും കൊണ്ട് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തേക്ക് അവൻ എഴുന്നള്ളിയിരിക്കുന്നു. അതാണ് ഉന്നതനായ ദൈവം. നമ്മളെ ഉയർപ്പിച്ചു, തന്റെ ശരീരത്തിൽ നമ്മളെ ഉയർപ്പിച്ചു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, നമ്മളെയും കൊണ്ട് പിതാവിന്റെ വലതുഭാഗത്തെത്തിയിരിക്കുന്നു. ഉന്നതനായ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ആ യേശുക്രിസ്തു നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കാൻ വീണ്ടും വരും. മഹത്വത്തിലുള്ള പ്രത്യാശ ക്രിസ്തുവിനോടുകൂടി അവിടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. മഹത്വത്തിലുള്ള പ്രത്യാശപ്പെടലിനായി കാത്തിരുന്നുകൊണ്ട് നിത്യജീവനിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അങ്ങനെ കാത്തിരിക്കുമ്പോൾ തന്നെ നിത്യജീവനിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആത്മാവും മണവാട്ടിയും പറയുന്നു, വന്നാലും കർത്താവായ യേശുവേ. അപ്പൊ ഇത് വളരെ പ്രധാന കാര്യമാണ്. മരണം കഴിഞ്ഞിട്ട് നിത്യജീവൻ കിട്ടുമെന്നല്ല ഇവിടെ പറയണത്. മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ ഒരു സമ്പത്ത് ഇതാണ്. മരിച്ചു കഴിഞ്ഞ് ഞാൻ നിത്യജീവൻ കിട്ടുമെന്നല്ല ഇവിടെ പറയണേ. എന്താ? ഈ പ്രത്യക്ഷപ്പെടലിനെ വിശ്വസിച്ചുകൊണ്ട് കാത്തിരുന്നുകൊണ്ട്, ഇപ്പോ കാത്തിരുന്നുകൊണ്ട് നിത്യജീവനിൽ പങ്കുചേരുകയും ചെയ്തു.
ഈശോമിശിഹായുടെ ശരീരവും രക്തവും പാവങ്ങളുടെ പൊറുതിയും കടങ്ങളുടെ ഭോജനത്തിന് നിത്യജീവനുമായ വിശ്വാസിക്ക് നൽകപ്പെടുന്നു. ഈശോമിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പൊറുതിക്കും പാവങ്ങളുടെ മോചനത്തിന് നിത്യജീവനുമായിട്ട് തോമസ് പോളിന് നൽകപ്പെടുന്നു. സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോമിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇതിനെ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് കുർബാന അർപ്പിക്കണം. നമ്മൾ ഈ കുർബാനയിൽ ഉടനീളം ഈ പ്രതീക്ഷയിലാണ്. ഇത് നിത്യജീവന്റെ കൂദാശയാണ്. ഇത് നിത്യജീവന്റെ കൂദാശയാണ് എന്ന് പറഞ്ഞാൽ ഈ കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ഇവിടെ വെച്ച് ഇപ്പോൾ ലഭിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞ പോരാ, മര്യാദയ്ക്ക് കുമ്പസാരിച്ച് പാപം എല്ലാം മാറിയാലേ കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ്. കുമ്പസാരിക്കണം, പക്ഷേ ഈ കൂദാശയിൽ തന്നെ പറയുന്ന വാക്കുകൾ എന്താ? ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി നൽകപ്പെടുന്നു, ഇതെന്റെ രക്തമാകുന്നു. സനാതനവും നവീനവുമായ ഉടമ്പടിയിലുള്ള രക്തം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുന്നു. എന്നാൽ സഭയുടെ പ്രബോധനപ്രകാരം നമ്മൾ മാരകമായ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച് സ്വീകരിക്കണം. പക്ഷേ ആ കുമ്പസാരം തന്നെ വേറൊരു കൂദാശയിൽ നിന്ന് വന്നതല്ല, ഈ നിത്യജീവന്റെ കൂദാശയിൽ നിന്ന് വന്നതാണ് കുമ്പസാരവും. ഇതാണ് എല്ലാ കൂദാശകളുടെയും സ്രോതസ്. അപ്പൊ അത് മറക്കരുത്. അപ്പോ നമ്മൾ ഇവിടെ വെച്ച് തന്നെ നിത്യജീവന്റെ കൂദാശകളിലൂടെ നിത്യജീവന്റെ അനുഭവത്തിലാണ് ഇവിടെ ജീവിക്കേണ്ടത്. വിശുദ്ധ തോമസ് അക്വിനാസ് കൗദാശിക അടയാളങ്ങളുടെ വിവിധ വശങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂദാശ അതിനു മുൻപേ പോയതിനെ, അതായത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെ നമ്മിൽ നിറവേറ്റിയതിനെ, അതായത് കൃപാവരത്തെ ചൂണ്ടിക്കാണിക്കുകയും പീഡാസഹനം നമുക്ക് വാഗ്ദാനം ചെയ്തതിനെ, അതായത് ഭാവി മഹത്വത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരടയാളമാണ്. പ്രൈസ് ദ ലോർഡ്. തോമസ് അക്വിനാസ് തിയോളജി. കണ്ടോ? ഒന്നുകൂടി ഇത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനാസ് കൂദാശകളുടെ വിവിധ വശങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂദാശ അതിനു മുൻപേ പോയതിനെ എന്ന് പറഞ്ഞാൽ എന്താ? അതിനു മുൻപേ പോയതിനെ, അതായത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ നമ്പർ 1 ഒന്നിടുക, അനുസ്മരിപ്പിക്കുകയും ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെ നമ്മിൽ നിറവേറ്റിയതിനെ 2, അതായത് കൃപാവരത്തെ ചൂണ്ടിക്കാണിക്കുകയും 3, പീഡാസഹനം നമുക്ക് വാഗ്ദാനം ചെയ്തതിനെ, അതായത് ഭാവി മഹത്വത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരടയാളമാണ്. ഭാവി മഹത്വത്തെ മുൻകൂട്ടി ചിത്രീകരിച്ചുകൊണ്ട് അത് ചുമ്മാ കാണാൻ വേണ്ടിയാണോ? അത് ഇവിടെ വെച്ച് നമുക്ക് അനുഭവമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. വളരെ സ്നേഹമുള്ളവരെ, നമുക്ക് പശ്ചാത്തപിക്കാം. എന്തിനാ പശ്ചാത്തപിക്കുന്നത്? ദൈവമേ, ഇതെല്ലാം ആയിരിക്കെ, ഇതെല്ലാമാണ് സത്യമെന്നായിരിക്കെ ഇക്കാലം അത്രയും ഇതൊന്നും അറിയാതെ എത്ര നാൾ നമ്മളിങ്ങനെ ജീവിച്ചു. ഇതൊന്നും അറിയാതെ എത്ര നാൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർത്തു. ദൈവമേ, നമ്മൾ ഈ പാപം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എന്നാൽ പാപത്തിന്റെ മറ്റൊരു വശം നമ്മൾ ചെയ്യാതിരുന്നതാണ്. എന്താ നമ്മൾ ചെയ്യാതിരുന്നത്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ പഠിക്കാതെയും കർത്താവ് നൽകിയ രഹസ്യങ്ങൾ സ്വീകരിക്കാതെയും കർത്താവിനെ വളരെ ഒന്നും പറയണ്ട, കർത്താവേ, അങ്ങയുടെ മഹത്വത്തെ അറിയാതെ ഞങ്ങൾ
ജീവിച്ച ഈ അന്ധകാരം, ഈ കൃപ, ഇത്രയും കൃപാവരം ഉണ്ടായിട്ട് അതൊന്നും അറിയാതെ ജീവിച്ച, അതൊന്നും അറിയാതെ ഇപ്പോഴും വിശുദ്ധ കുർബാനയെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാതെയും വേണ്ട രീതിയിൽ അനുഭവിക്കാതെയും ഇരിക്കുന്ന നമ്മുടെ ഈ അവസ്ഥ, ഇതാണ് ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നതും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ നിത്യത നമ്മളിൽ പ്രാപിക്കാതെ നമ്മൾ വരണ്ട അവസ്ഥയിലായിരിക്കുന്നത്. വരുവിൻ, നമുക്ക് നന്ദിയോടെ ഓർക്കാം. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ വിശദീകരിച്ചാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഭയങ്കര സംതൃപ്തിയുണ്ട്. പക്ഷേ സൈഡിലെ പാരഗ്രാഫ് നമുക്ക് പിന്നെ പഠിക്കാനേ പറ്റുള്ളൂ. നമുക്ക് നന്ദി പറയാം. ഈ ഭാഗം നിങ്ങൾ വീണ്ടും കേട്ട് വീണ്ടും മനസ്സിലാക്കിയാൽ മാത്രം പോരാ. വിശുദ്ധ കുർബാനയിൽ ഈ ബോധ്യത്തിൽ വിശുദ്ധ കുർബാനയിൽ ഉടനീളം നമ്മൾ നീങ്ങണം. ഓരോ ശുശ്രൂഷയിലും ഈ ബോധ്യം ഉണ്ടാകണം. സർവോപരി വിശുദ്ധ കുർബാന സ്വീകരണ സമയത്തും ഈ ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്താം. നമുക്ക് ഒന്ന് സ്തുതിച്ച് നന്ദി പറയാം. കർത്താവേ നന്ദി. ഇന്നത്തെ ഈ പ്രബോധനത്തെ പ്രതി നന്ദി പറയാം. 1130 1124 ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി. എന്നാൽ 1130 വലിയ രഹസ്യമാണ്. എല്ലാവർക്കും നന്ദി. God bless you. Bye bye. God bless you.